പ്രസിഡന്റ് എന്തായിരിക്കണം? അധ്യക്ഷനായിരിക്കണം. അല്ലെങ്കിൽ അഥവാ അതിന്റെ അസാന്നിധ്യത്തിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായിരിക്കണം. ഇവർ രണ്ടുപേരുടെ അസാന്നിധ്യത്തിൽ കൺവീനർ അധ്യക്ഷനായിരിക്കണം. അപ്പം ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ് എന്ന ചോദ്യത്തിനൂടെ മറുപടിയുണ്ട്. പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ, അല്ലെങ്കിൽ കൺവീനറാണ് അധ്യക്ഷൻ എന്ന് പറഞ്ഞ വാർഡ് മെമ്പർ. ആ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച മുൻ വർഷത്തെ വികസന പരിപാടികളുടെയും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പരിപാടികളുടെയും ഒരു റിപ്പോർട്ടും വാർഷിക കണക്കിന്റെ സ്റ്റേറ്റ്മെന്റും ഭരണനിർവഹണത്തിന്റെ ഒരു റിപ്പോർട്ടും ഒരു വർഷത്തെ ആദ്യത്തെ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭ മുമ്പാകെ വെക്കേണ്ടതാണ്. ഗ്രാമപഞ്ചായത്ത് എന്നും ഗ്രാമസഭ എന്നും രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങുന്ന കമ്മിറ്റി, അതാണ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആ വാർഡിലെ ആൾക്കാർ, ഇതാണ് ഗ്രാമസഭ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയും ഫണ്ടും ഗുണഭോക്തൃ ലിസ്റ്റും ഗ്രാമസഭയിൽ പ്രസിദ്ധീകരിക്കണം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയും ഫണ്ടും ഗുണഭോക്തൃ ലിസ്റ്റും ഗ്രാമസഭയിൽ പ്രസിദ്ധീകരിക്കണം. ഇതാണ് അത് വ്യക്തമാക്കും. അത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കും. ഓക്കെ. അടുത്തത്, ഗ്രാമസഭയുടെ ഏതെങ്കിലും തീരുമാനം ഏതെങ്കിലും സാഹചര്യത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അധ്യക്ഷൻ അതിനുള്ള കാരണം ഗ്രാമസഭയിൽ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ ഗ്രാമസഭ നമ്മളാരും പങ്കെടുക്കാത്തൊരു സ്ഥലമാണ്. അപ്പൊ ഗ്രാമസഭയിൽ പങ്കെടുക്കണം എന്നാണ് ഞാൻ ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാമസഭയിൽ പോയാലല്ലേ ഇതൊക്കെ പറയാൻ പറ്റും. അടുത്തത് 7 എന്ന് പറഞ്ഞാൽ 3-7. ഗ്രാമസഭയുടെ ശുപാർശകളോ നിർദ്ദേശങ്ങളോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്ക് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും അർഹമായ പരിഗണന നൽകേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗ്രാമസഭയിൽ ഒരു തീരുമാനമുണ്ട്, ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് നിർമ്മിക്കണം, പബ്ലിക് ടോയ്ലറ്റ്. പക്ഷേ ഗ്രാമസഭയുടെ തീരുമാനം എന്താണോ ഉള്ളത് ആ സ്ഥലത്തുനിന്ന് വിരുദ്ധമായി മറ്റൊരു സ്ഥലത്തേക്കാണ് ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ടോയ്ലറ്റ് നിർമ്മിക്കാൻ അനുമതി കൊടുത്തത്, നിർമ്മിച്ചത്. തർക്കമായി പൂട്ടിയിട്ടു. തുറക്കണമെന്ന് പറയുന്നതാണ് ഓംബുഡ്സ്മാന്റെ കേസ്. അപ്പോ ഈ വാക്കുകൾ വെറുതെ എഴുതുന്നതല്ല. ആ വാക്കുകളുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ലിറ്റിഗേഷൻ, നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഗ്രാമസഭയുടെ ശുപാർശകളോ നിർദ്ദേശങ്ങളോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്ക് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും അർഹമായ പരിഗണന നൽകേണ്ടതാണ്. ഓക്കെ. അടുത്തത് 3A. വളരെ സ്പീഡിനാണ് പോകുന്നതെന്ന് എനിക്കറിയാം. ഇത് 3 തവണ, ഇപ്പൊ തന്നെ ഇത് 3ാമത്തെ തവണയാണ് പറയുന്നത് ഈ ക്ലാസ്സിന്റെ ഈ സെഷനിൽ. 2011 മുതലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. 3A, ഗ്രാമസഭയുടെ അധികാരങ്ങളും ചുമതലകളും അവകാശങ്ങളും എന്താണ്? ഗ്രാമസഭ നിർണയിക്കപ്പെടുന്ന രീതിയിലും അങ്ങനെയുള്ള നടപടിക്രമങ്ങൾക്കും വിധേയമായി താഴെ പറയുന്ന അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. A, പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ആവശ്യമായ വിശദമായ വിവരങ്ങൾ ശേഖരിക്കണം. പഞ്ചായത്തിൽ എന്തൊക്കെയാണോ വികസനം വേണ്ടത്, ആ വാർഡിൽ എന്തൊക്കെയാണോ വികസനം വേണ്ടത്, അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യണം. 2 എന്ന് പറഞ്ഞാൽ B, ഗ്രാമപഞ്ചായത്ത് പ്രദേശം നടപ്പാക്കേണ്ട പദ്ധതികളുടെയും വികസന പരിപാടികളുടെയും നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻഗണന കൊടുക്കണം. അപ്പം ഈ ഗ്രാമപഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡ് സഭയിൽ എന്തൊക്കെ വികസനം വരുന്നു, അത് ഏതൊക്കെ പ്രദേശത്ത് വേണം എന്ന് തീരുമാനിക്കണം. അത് C, ഗുണഭോക്താക്കളെ ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളെ സംബന്ധിച്ച് നിശ്ചയിക്കപ്പെട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാക്രമത്തിൽ അർഹമായ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അന്തിമമായി തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് നൽകണം. എന്താണ് അവിടെ പറഞ്ഞത്? ഇപ്പം ആടിനെ കൊടുക്കുന്നു, കോഴിയെ കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു. അപ്പം വ്യക്തിഗത വികസനങ്ങൾ, വ്യക്തി കേന്ദ്രീകൃതമായ പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിന് എന്താണോ മാനദണ്ഡം, അപ്പം വീട് വെക്കുന്നതിനുള്ള മാനദണ്ഡമായ എന്താണോ അതായിരിക്കത്തില്ല ആട് മേടിക്കുന്നതിനുള്ള മാനദണ്ഡം, അതിന്റെ മാനദണ്ഡമായിരിക്കത്തില്ല കോഴി വിതരണത്തിന്റെ മാനദണ്ഡം. അപ്പോൾ എന്താണോ മാനദണ്ഡമുള്ളത് ആ മാനദണ്ഡങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്തിമമായി ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കേണ്ടത് ആരാണ്? ഗ്രാമസഭയാണ്. ആരല്ല? പഞ്ചായത്ത് സഭയല്ല. അടുത്തത്, പ്രാദേശികമായ ആവശ്യമായ സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് വികസന പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും സഹായം ചെയ്തു കൊടുക്കുക എന്നതും
ഗ്രാമസഭയുടെ ഉത്തരവാദിത്തം. അടുത്തത്